മോത്തി മൃതദേഹം അല്പം മുമ്പാണ് ഇപ്പോൾ ഈ ശ്മശാനത്തിന് മുന്നിൽ എത്തിച്ചത്. ഇവിടെ നിന്നും ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയുണ്ട്. മകനും മകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് മൃതദേഹം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട് ഒന്നാകെ അതിനൊപ്പം അനുഗമിച്ചു എന്നതും കൂടി ഒരു പ്രത്യേകതയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു ഭീകരവാദത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ആ മുദ്രാവാക്യം ഇവിടെയും കേൾക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക മന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കുടുംബവും മറ്റുമൊക്കെ ഇതിനൊപ്പം ഈ അവസാന നിമിഷം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനി മൃതദേഹം ചിതയിലേക്ക് എടുക്കും. അവിടെയാണ് സംസ്കാരവും മറ്റുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതും ഒരു എടുത്ത് പറയേണ്ടതാണ്. കാരണം രാവിലെ 7 മുതൽ ചങ്ങമ്പുഴ പാർക്ക് മുതൽ പിന്നീട് വീട്ടിലും ഇവിടെ ഇപ്പോൾ ശ്മശാനത്തിലുമടക്കം വലിയ ഒരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേരുന്നു എന്നതാണ്. അത്രയേറെ രാമചന്ദ്രനെയും കുടുംബത്തെയും ഈ സമൂഹം കേരള സമൂഹം രാജ്യമൊറ്റക്കെട്ടാൽ ചേർത്ത് നിർത്തുന്നു എന്നതുകൂടി സന്ദേശം കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. നമ്മളിങ്ങനെ ഈ മൃതദേഹവും വഹിച്ച് ആംബുലൻസ് പോരുന്ന വഴിക്ക് ഇരു സൈഡിലും നമുക്ക് ആളുകളെയും മറ്റുമൊക്കെ കാണാൻ പറ്റി. അവരും തൊഴുകൈകളൂടെ നിൽക്കുന്നത്. അങ്ങനെ രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു ധീര രക്തസാക്ഷിയാക്കി ഇപ്പോൾ മടക്കി അയക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ വല്ലാത്തൊരു മടക്കയാത്രയാണ്. തികച്ചും വൈകാരികമായ യാത്ര. രാജ്യസ്നേഹം തുളുമ്പുന്ന മുദ്രാവാക്യങ്ങളോടെ ഇരുവശങ്ങളിലും ആളുകൾ കാത്തു നിൽക്കുക, അങ്ങനെ ഒരു അന്ത്യമുണ്ടാവുക. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിലപ്പുറം സങ്കടം നിറച്ചുകൊണ്ടുള്ള ഒരു യാത്ര കൂടിയാവുന്നു ഇത്. ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിൽ നിന്നും ഇങ്ങനെ ഒരു വിടവാങ്ങൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതോ ഒരു മനുഷ്യൻ എന്നതിലപ്പുറം എല്ലാവരുടെയും പ്രിയങ്കരനായി രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ രാമചന്ദ്രൻ്റെ അന്ത്യയാത്രയാണ്. ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരം അല്പസമയത്തിനകം തന്നെ നടക്കും. റിയ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. റിയ, സങ്കടത്തിൻ്റെ ഏറ്റവും ഉന്നതികളിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇനി ഭൗതിക ശേഷിപ്പുകളെന്ന് പറയാൻ ഇല്ലാതെ മടങ്ങുന്ന യാത്ര. പറയൂ കൂടുതൽ വിവരങ്ങൾ. മോത്തി, ലൈഫ് ഈസ് ബെറ്റർ ഇൻ ദ ഗാർഡൻ എന്ന് എഴുതി വെച്ച നീരാഞ്ജനം എന്ന ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായി എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം ഇപ്പോൾ ഇതാ ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നേരത്തെ വീട്ടിൽ വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് നൽകിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടി ആവശ്യപ്രകാരമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഇവിടെ ഇടപ്പള്ളിയിലെ ഈ ശ്മശാനത്തിൽ വെച്ചാണ് പൂർണ്ണ ബഹുമതികൾ നൽകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടെയാകും എൻ രാമചന്ദ്രന് നാട് രാജ്യം വിട നൽകുന്നത്, യാത്ര അയക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു നേരത്തെ. മകൻ ഇരുവശത്തും പിടിച്ച് രാമചന്ദ്രൻ്റെ ചേതനയേറ്റ ശരീരം ആംബുലൻസിലേക്ക് പിടിച്ചു കയറ്റുന്നത്. 2 മക്കൾ ചേർന്ന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് തൻ്റെ അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെ, തൻ്റെ കൺമുന്നിൽ വെടിയേറ്റു മരിച്ചു വീണ എൻ രാമചന്ദ്രൻ എന്ന അച്ഛനെ ആംബുലൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കയറ്റുന്നത് നമ്മൾ കണ്ടു. അങ്ങേയറ്റം വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു ഈ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലുമൊക്കെ നമ്മൾ കണ്ടത്. രാവിലെ 7 മണി മുതൽ 10,000-കണക്കിന് ആളുകൾ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പൊതുദർശനം. അവിടെ നിരവധി ആളുകൾ എത്തുന്നു, അദ്ദേഹത്തിന് ആദരവ് നൽകുന്നു. പിന്നീട് വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുമ്പോഴും 100-കണക്കിന് ആളുകൾ ആംബുലൻസിനെ അനുഗമിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിനുള്ള ഒരു ആദരവായിരുന്നു നാട് നൽകുന്നത്. ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് തങ്ങളൊപ്പമുണ്ട് എന്ന് നാടൊന്നാകെ ചേർന്ന് പറയുന്ന നിമിഷങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അതായിരുന്നു ആംബുലൻസിന് പിന്നാലെ ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ച് ആ സങ്കടത്തിലൊപ്പം ചേർന്ന് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടത്. ഇപ്പോഴിതാ ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് ഈ ശ്മശാനത്തിലേക്ക് വരുന്ന വഴിയിലും ആളുകൾ നിന്ന് വഴിയിൽ ഓരത്തു നിന്ന് അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്ന കണ്ടു. പുഷ്പചക്രം സമർപ്പിക്കാനായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ ജാതി മത വ്യത്യാസമില്ലാതെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അത് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് നൽകുന്ന ആദരവായിരുന്നു. ഇപ്പോൾ പൂർണ്ണ ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങിന് മുമ്പ് സംസ്ഥാന സർക്കാർ
പൂർണ്ണ ബഹുമതികൾ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നൽകുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തിന് ആദരവേകും. അവസാന യാത്രയയപ്പ് നൽകും. മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുണ്ട്, കളക്ടർ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. അല്പസമയത്തിനകം തന്നെ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾ ആരംഭിക്കും. ഏതാണ്ട് 5 മിനിറ്റ് നേരമാകും ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാവുക. അതിനുശേഷമാണ് ഇടപ്പള്ളിയിലെ ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയയപ്പ്, ഉറ്റവർക്ക് അവസാനമായി കാണാനുള്ള ക്രമീകത ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. One flank and left. Good. Okay. Right. Police. Fire. Down. Reload. Front! Police! Fire! Down! Reload! Front! Police! Fire! Down! Unload! No! Don't party. Prison! Up!